നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നിനക്ക് പ്രാധാന്യം തരാതെ ഞാൻ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകി, അതെന്റെ തെറ്റാണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക. ഈ പേഴ്സൺ പല വിധത്തിലും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ തന്നെയാണ് മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. എന്നാൽ അതിന് സാധിച്ചില്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ പരിപൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. എന്നാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതോടുകൂടി അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താൻ ചെയ്തത് എന്ത് മണ്ടത്തരമായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള ഭൗതിക മാറ്റങ്ങളിൽ നിന്നും വലിയൊരു മാറ്റം തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ മാനസികപരമായിട്ട് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായത്. ഇത്തരം വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത് തേർഡ് പാർട്ടിയിൽ നിന്നും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനോടടുപ്പിച്ച് നല്ല രീതിയിൽ പ്രയത്നിക്കണമെന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം ഈ വ്യക്തിയിൽ പതിഞ്ഞുപോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത് സംഭവിക്കാനായിട്ടുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തി മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഒരു വിധത്തിലും മര്യാദക്ക് ജീവിക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ പോയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തി പലപ്പോഴും വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തി മറ്റുള്ളവരെ സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ടുണ്ടല്ലോ. അവരുടെ ഒരു സാന്നിധ്യമാണ് നിങ്ങൾക്കിടയിൽ കാണുവാനായി സാധിക്കുന്നത്. അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നുമല്ല. അവർക്ക് ഈ വ്യക്തിയെ മാത്രം മതി, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സഹായം മാത്രം മതി. അവരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഈ വ്യക്തിക്ക് മര്യാദക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ നമുക്ക് പോസിറ്റീവായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി വളരെ ശ്രദ്ധാപൂർവം തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായുള്ള വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ താൻ തന്നെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങളുമായി വീണ്ടും ഒന്നിക്കുന്നത് ഈ വ്യക്തി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നപ്പോൾ ഒരുപാട് തരത്തിലുള്ള കർമ്മകൾ ഈ വ്യക്തിയെ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തിരിച്ചടി തുടങ്ങിയപ്പോൾ ഈ വ്യക്തിക്ക് തന്നെ അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ആ ഒരു കർമ്മ തിരിച്ചടി തുടങ്ങിയപ്പോൾ ഈ വ്യക്തിക്ക് അത് സഹിക്കാനും സാധിച്ചില്ല. അതോടുകൂടി തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. നിങ്ങളുടെ ശാപമായിരിക്കുമെന്നും നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചതിന്റെ തിരിച്ചടിയായിരിക്കുമെന്നും ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് എത്ര ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും
നിങ്ങളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശത്രുക്കളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് സ്വന്തം കാര്യം എങ്ങനെയെങ്കിലും വിജയത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ഭൗതിക മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ സമ്പൂർണപരമായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളാണ് വഴികാട്ടി. നിങ്ങൾ എന്ന വഴികാട്ടിയിലൂടെ കൂടെ ഒരുമിച്ച് മുന്നോട്ട് മുന്നേറുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വേണ്ടാന്ന് വെച്ചതിനുള്ള ആ ഒരു നിമിഷത്തെ ഈ വ്യക്തി ഇപ്പോഴും പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല വിധത്തിലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ചിന്തകൾ നെഗറ്റീവായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമായിട്ടല്ല, തേർഡ് പാർട്ടിയെ ഭയന്നിട്ട് തന്നെയാണ് ഈ വ്യക്തി അങ്ങനെയെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത്. നിങ്ങളുടെ നിശബ്ദത വളരെയധികം നിഗൂഢമായി തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മിണ്ടാതിരിക്കുന്നതും നിങ്ങൾ നിശബ്ദമായിരിക്കുന്നതുമെല്ലാം തന്നെ ഈ വ്യക്തിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഭാവമാറ്റത്തിന് വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. പോസിറ്റീവായി ഈ പ്രണയബന്ധം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടും സമാധാനപരമായും ആരെയും ദ്രോഹിക്കാതെയും ഒരു മോശത്തിലും പോവാതെയും സമാധാനപരമായി മുന്നേറാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചടികളും തീരാ നോവുകളും ഇനിയും ബാക്കിയാക്കി ഈ വ്യക്തി ഒറ്റപ്പെട്ട് നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലായി ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കോണ്ടാക്ട് ലഭിച്ചേക്കാം. അത് ഫോൺ കോളിലൂടെ ആണെങ്കിലും മെസ്സേജിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ വന്നേക്കാം. അതായത് ബന്ധം പിടിക്കുവാൻ വേണ്ടി ഈ വ്യക്തി നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കാം. നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഉറപ്പായും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ പോവുകയാണ്, ആരോടൊപ്പമാണ്, എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് അറിയുവാൻ ഈ വ്യക്തിയുടെ ഹൃദയം വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് അറിവുകൾ നിങ്ങളെക്കുറിച്ച് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മതിയായോ, നിങ്ങൾ ഈ വ്യക്തിയെ വേണ്ട എന്ന് വെച്ചോ, മറ്റൊരാളെ സ്വീകരിച്ചോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യക്തികളുടെ ഇടയിൽ നിന്നും പുറത്തേക്ക് വരാൻ പല വിധത്തിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളിലൂടെ എങ്ങനെയെങ്കിലും പ്രാവർത്തികമാക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ സാന്നിധ്യം തന്നെയായിരുന്നു ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം. നിങ്ങൾ മാത്രമാണ് ഈ വ്യക്തി വിജയിക്കണമെന്നും മര്യാദക്ക് ജീവിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിയാകട്ടെ അതിനോടൊന്നും താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി അത് മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങളുടെ നല്ല മനസ്സും നിങ്ങളുടെ ചിന്താഗതികളും ഇത്രമാത്രം ആത്മാർത്ഥത നിറഞ്ഞതാണെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നിങ്ങളിൽ നിന്നും മാറി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നിനക്ക് ഞാൻ പ്രാധാന്യം നൽകാതെ ഞാൻ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകി, അതാണ് എൻ്റെ തെറ്റ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങളെ എത്രയും പെട്ടെന്ന് കാണണമെന്നും നിങ്ങളുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാക്കിയെടുക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് ഇനി അതുമാത്രമാണ് ആശ്വാസകരമായി നിൽക്കുന്ന ഒരു കാര്യം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് പറന്നു വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായി വീണ്ടും ഒന്നിക്കുന്ന പലതരത്തിലുള്ള സ്വപ്നങ്ങൾ ഈ വ്യക്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗങ്ങൾ സഹിക്കണമെങ്കിലും ഞാൻ സഹിച്ചോളാം എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും ദൂരേക്ക് പറന്നകന്നു പോയത് കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള കുറവുകളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കാണാനുണ്ട്. ഈ വ്യക്തിക്ക് മടുപ്പ്, മടി, അലസത, താല്പര്യമില്ലായ്മ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും നന്നായി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ.
ഇന്നത്തെ ഈ വായന നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.